പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജൂൺ മാസം 26-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ച് ഇരിക്കുന്നു. ഇന്നത്തെ ദിനം നമുക്ക് ഏവർക്കും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം. ജെറമ്യ ചാപ്റ്റർ 10 വേഴ്സ് 6 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവേ, നിന്നോട് തുല്യനായവൻ ആരുമില്ല. നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതും ആകുന്നു. ഇസ്രായേൽ ജനത്തോട് ദൈവിക അരുളപ്പാട് യിരെമ്യാവ് അറിയിക്കുകയാണ്. നിങ്ങൾ ജാതികളുടെ വഴി പഠിക്കരുത്. അവർ ചെയ്യുന്നതൊന്നും നിങ്ങൾ കണ്ടു പഠിക്കരുത്, അത് പരിശീലിക്കരുത്. മാത്രമല്ല, ആകാശത്തിലും ചുറ്റുപാടും കാണുന്ന ലക്ഷണങ്ങൾ കണ്ട് നിങ്ങൾ ഭ്രമിക്കരുത്. അതൊക്കെ ജാതികൾക്കുള്ളതാണ്. അവരുടെ ദൈവങ്ങൾ മിഥ്യാമൂർത്തിയത്രേ. അത് കാട്ടിൽ നിന്ന് തടി കൊണ്ടുവരികയും ആശാരി ഉളികൊണ്ട് അതിനെ ക്രമീകരിച്ച് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആരെങ്കിലും എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാതെ അത് ചലിക്കുന്നില്ല. അതിനൊന്നും പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. ഇവയെല്ലാം പറഞ്ഞിട്ട് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേൽ ജനത്തോട് യിരെമ്യാവ് വ്യക്തമാക്കിയിട്ട് 6-ാം വാക്യത്തിൽ പറയുകയാണ്: നമ്മുടെ ദൈവം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ ശക്തിയിലും നാമത്തിലും ബലത്തിലും വലിയവനാണ്. ആ വലിയവനായ ദൈവത്തെ വിട്ടിട്ടാണ് നിങ്ങൾ ജാതികളുടെ മിഥ്യാമൂർത്തികളുടെ അടുക്കൽ പോകുന്നത്. ആകാശത്തിന് കീഴിൽ ഒന്നും പ്രവർത്തിക്കുവാൻ പ്രാപ്തിയില്ലാത്ത ദൈവത്തെ ഭയപ്പെടുകയും ലക്ഷണങ്ങളെ നിങ്ങൾ വിശ്വസിക്കുകയും അവർ പറയുന്ന എല്ലാ വേണ്ടാത്തതും അനുസരിക്കുകയും ചെയ്യുന്നത് ഇത്ര ഒരു വലിയ ദൈവത്തെ, ഈ ഒരു ശക്തിമാനായ ദൈവത്തെ, ബലമുള്ള ദൈവത്തെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാട്ടി പ്രവർത്തിച്ച് അത്ഭുതം പ്രവർത്തിച്ചിട്ടും നിങ്ങൾ ഈ വലിയ ദൈവത്തെക്കാളും ജാതികളുടെ ദൈവത്തിന്റെ പിന്നാലെയാണ്. 2025 ജൂൺ മാസം 26-ാം തീയതി വ്യാഴാഴ്ച രാവിലെ നാം ഈ വചനം കേൾക്കുമ്പോൾ ഇസ്രായേൽ ജനം എന്തൊരു മനുഷ്യരാ, എന്തൊരു പണിയാ അവർ ചെയ്ത് എന്ന് നമ്മൾ പറയും. പ്രിയമുള്ളവരെ, ഇന്നിന്റെ ക്രൈസ്തവ ലോകത്തെ അഥവാ പാരമ്പര്യ വിശ്വാസം പറയുന്ന നമ്മുടെ അവസ്ഥ നമ്മളൊന്ന് എടുത്താട്ട്. നമ്മൾ ജാതികളെക്കാട്ടിലും ഹീനമായ ഭീകരമായ അന്ധവിശ്വാസങ്ങളുടെ ഉടമകളാണ്. മുൻപിലത്തെ പല ജീവജല സന്ദേശങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വിശ്വാസത്തെക്കാൾ കൂടുതലും അന്ധവിശ്വാസങ്ങളാണ്. ഇന്ന ദിവസം, ഇന്ന സമയം, അതുപോലെ തന്നെ ഒരു ഭവനം പണിയണമെങ്കിൽ പ്രാർത്ഥിച്ച് ദൈവദാസൻ മുൻപോട്ട് പോകുകയല്ല. ഇന്നത്തെ വാസ്തു, പിന്നെ എവിടെയെല്ലാം എന്തെല്ലാം കൊണ്ട് കൊടുക്കാമോ വെക്കാമോ നേർച്ച നേരാമോ അവിടെ എല്ലാം ചെയ്യും. വീടിന്റെ ജനലിൽ
ചുണ്ണാമ്പ് കൊണ്ട് വരയ്ക്കും, കള്ളിപ്പാല കെട്ടും എന്നു വേണ്ട, അന്ധവിശ്വാസങ്ങളുടെ ഈറ്റില്ലമാണ്. നമുക്ക് ഒരു പൈതലിനെ ദൈവം തന്നു കഴിയുമ്പോൾ അതിന്റെ അരയിൽ കറുത്ത ചരട് കെട്ടുന്നു, അതിന്റെ കവിളിൽ കറുത്ത മുദ്ര കുത്തുന്നു, അതിന്റെ നെറ്റിയുടെ കോണിൽ കറുത്ത മുദ്ര കുത്തുന്നു. കാരണം കണ്ണേക്കരുത്, ആരുടെയും കണ്ണേക്കരുത്. പ്രിയമുള്ളവരെ, എന്തിനാ നമുക്ക് ഈ വിദ്യാഭ്യാസം? എന്തിനാ അറിവ്? എന്തിനാ ഈ വിശ്വാസികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാരാധനയും മുടങ്ങാതെ നമ്മൾ ഈ വേദോസ്തവം പിടിച്ചോണ്ട് നെടുനീളെ ഓടുന്നത്? ഒരു കാര്യവുമില്ല. അവനവന്റെ കാര്യം വരുമ്പോൾ വിശ്വാസത്തെക്കാൾ കൂടുതൽ, വേദപുസ്തകത്തെക്കാൾ കൂടുതൽ നാട്ടുനടപ്പിനും അന്ധവിശ്വാസങ്ങൾക്കുമാണ് പ്രാധാന്യം. ഇതല്ലയോ നമ്മുടെ അവസ്ഥ? ആരെല്ലാം എവിടെല്ലാം പോകുന്നു, അവരുടെ കയ്യിലെല്ലാം നേർച്ചപ്പണം കൊണ്ടിടും. നമുക്ക് പറ്റാവുന്നിടത്തൊക്കെ പോകും. പക്ഷേ വിശ്വാസി എന്ന് പറയുമ്പോൾ മുൻപിലാണ്. ഓർക്കണം, നമ്മുടെ ദൈവം ആരാണ്? വിളിച്ചാൽ വിളിപ്പുറത്തിറങ്ങി വരുന്ന സർവശക്തനും സർവവ്യാപിയുമായ ഈ വലിയവനായ ദൈവത്തെ വിട്ടുകളഞ്ഞിട്ടാണ് അന്ധവിശ്വാസങ്ങളുടെ, പിശാചിന്റെ കുതന്ത്രത്തിന്റെ പിന്നാലെ ഞാനും നിങ്ങളും ഓടുന്നത്. പാരമ്പര്യവും ആത്മീയ പശ്ചാത്തലവും പറയുമ്പോൾ നമ്മൾ മുൻപിലാണ്. അതെല്ലാ സഭക്കാരും കണക്കാം. ഇന്നത്തെ വിശ്വാസത്തിന്റെ ഈറ്റില്ലം പറയുന്ന ഏത് കോഴ്സുകാരാണേലും കൊള്ളാം, പാരമ്പര്യക്കാരാണേലും കൊള്ളാം, അന്ധവിശ്വാസത്തിൽ ഡോക്ടറേറ്റ് ആണ്. കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടുന്നത് ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച കൊള്ളുകയില്ല. നീണ്ടു പോകുന്നു അന്ധവിശ്വാസങ്ങളുടെ പട്ടിക. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവം, ആരാധിക്കുന്ന ദൈവം, നമ്മെ നടത്തുന്ന ദൈവം ആരാണെന്ന് മറന്നു പോകരുത്. നാം പലരെയും വിരൽ ചൂണ്ടുമ്പോൾ, പലരെയും കളിയാക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലും ചെറിയ കൊച്ചു കൊച്ചു പാകപ്പിഴകളും അന്ധവിശ്വാസങ്ങളും പുലർത്തുന്നുണ്ട് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ഈ വലിയവനായ ദൈവത്തെ തിരിച്ചറിയുക, ആ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കുക. ഇന്ന് പ്രഭാതത്തിൽ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സുഹൃത്തെ, സഹോദര, മാതാവേ, പിതാവേ, നമ്മളൊക്കെ ജീവിതത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരാ. ഒരാൾക്ക് രോഗമെങ്കിൽ മറ്റൊരാൾക്ക് കുടുംബ പ്രശ്നം, വേറൊരാൾക്ക് കുഞ്ഞുങ്ങളുടെ പ്രശ്നം, ആരോഗ്യ പ്രശ്നം, നിയമപ്രശ്നം, കടബാധ്യതകൾ, വ്യക്തിപരമായ വിഷയങ്ങൾ, മാനസിക സംഘർഷങ്ങൾ എന്നു വേണ്ട നിരവധി അനവധി പ്രശ്നങ്ങൾ കൂടെ ഓരോരുത്തരും കടന്നു പോകുന്നു. ഇതിന്റെ പരിഹാരത്തിനായി എങ്ങും പോകണ്ട. നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ആത്മാർത്ഥമായി ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിര്. ദൈവമക്കളെ, വിടുതൽ നമുക്ക് അവിടെ തരുവാൻ ദൈവം മതിയായവനാണ്. അവൻ ശക്തനാണ്. ഈ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കണം. നമ്മുടെയൊക്കെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വാക്യം പോലെ വിശ്വാസത്തിനൊരു കുറവുമില്ല. ദൈവത്തിന്റെ ശക്തിയിലും മഹത്വത്തിലും ഒരു സംശയവുമില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ ആരാധനയിൽ സംബന്ധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മാത്രമേ ഉള്ളൂ. പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഒന്നാമത്തെ അവിശ്വാസി നമ്മളാണ്. ആരാധന കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സകല ധൈര്യവും ആത്മീയവും കഴിഞ്ഞു. പിന്നെ അയ്യോ, എന്റെ ഈ പ്രശ്നം ആര് മാറ്റും, എങ്ങനെ മാറും, എന്ന് തീരും. പിന്നെ നമുക്ക് മിണ്ടാട്ടമില്ല,
സന്തോഷമില്ല, ഉറക്കമില്ല, ചിരിയില്ല, ഒന്നിലും ഒരു പങ്കാളിത്തമില്ല. നമ്മൾ നമ്മുടെ ലോകത്ത് ചിന്തിച്ച് കൂട്ടുകയാണ്. നമുക്ക് ക്രിസ്ത്യാനി നല്ല പേര്. ഇരമ്യാവ് പറഞ്ഞു, നിങ്ങൾ ജാതികളുടെ വഴി പോകരുത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ നിലയിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും വിശ്വാസികളല്ല കേട്ടോ. നമ്മൾ ജാതിയിൽ ജാതീയനായി മാറി. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരു പടിയും കൂടെ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ ആഹ്വാനം ചെയ്യുന്നു. നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ വലിപ്പവും മഹത്വവും അറിഞ്ഞ് ഓരോ ചുവട് വെക്കുവാൻ നമ്മളെ ക്ഷണിക്കുകയാണ്. അങ്ങനെ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി തമ്പുരാൻ നമ്മളെ ആക്കുന്ന സ്ഥാനങ്ങളിൽ, സ്ഥിതിയിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവനാമത്തിനു വേണ്ടി നിലകൊണ്ട് കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികളായി ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, അനേകരെ നേടുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. അഖിലാണ്ടത്തിന്റെ ഉടയവനും സൃഷ്ടിതാവും സകല ചരാചരങ്ങളുടെ നിയന്ത്രിതാവുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയെപ്പോലെ ബലമുള്ളവൻ, ശക്തിയുള്ളവൻ, വലിയവൻ ആരുമില്ല എന്ന് യിരെമ്യാവ് ഇസ്രായേൽ ജനത്തിനോട് പറഞ്ഞത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ഞങ്ങൾ വിശ്വാസത്തിന്റെ ആഴങ്ങളെക്കുറിച്ചൊക്കെയും വാദോരാതെ സംസാരിക്കുമ്പോഴും അറിഞ്ഞുമറിയാതെയും ജാതീയരായി അവിശ്വാസികളായി തീർന്നു പോകുന്ന കുറവ് ഇന്ന് പകൽ പരിപൂർണമായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. അപ്പൊ ഞങ്ങളോട് കരുണ തോന്നണമേ, പോരായ്മകളെയും കുറവുകളെയും ക്ഷമിക്കണമേ. വചനപ്രകാരം ഞങ്ങൾ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിപ്പാൻ, വളരുവാൻ, ഫലം കൊടുപ്പാൻ ഞങ്ങളെ സഹായിക്കണം. നീ ദൈവവചനം കേൾക്കുന്ന ഓരോ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകളും നന്മകളും കൊണ്ട് പൊതിയണം. എല്ലാ സ്വർഗീയ നൽവരങ്ങളാൽ നിറച്ചുകൊള്ളണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നാം വായിച്ച് വിട്ടുപോകാതെ നിശ്ചയമായും ജീവിതത്തിൽ അന്വർത്ഥമാക്കണം. എപ്പോഴാണ് അത് അന്വർത്ഥമാക്കേണ്ടത്? ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, നമ്മളെ അലട്ടുന്നതായ ജീവിതത്തിന്റെ ഏതൊരവസ്ഥയിലുമാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസം തിരിച്ചറിയുന്നത്. ആ സമയത്ത് ഞാനൊരു ദൈവപൈതലാണ്, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചതിന്റെ ബലം എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് മറ്റുള്ളവർ അറിയണം. അല്ലാതെ നമ്മുടെ മുഖം വാടിയും സങ്കടപ്പെട്ടും സംശയിച്ചും വിഷമിച്ചും ജീവിക്കുന്നത് ക്രിസ്തീയ ജീവിതമല്ല. അത് ജാതികളുടെ രീതിയാണ്. അതുകൊണ്ടാണ് രമ്യ പറഞ്ഞത്, നിങ്ങൾ അവരെ കണ്ട് പഠിക്കരുത്, അവർ നോക്കുന്ന ലക്ഷണങ്ങളൊന്നും നോക്കരുത്. നമുക്ക് നോക്കുവാൻ ഒരിടമുണ്ട്. വചനം പറയുന്നു, അവൻ നമുക്ക് നല്ലൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ആ കർത്താവിന്റെ മാതൃക പിൻപറ്റി അനുഗ്രഹത്തോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കാം. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.